ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ ഒരു അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം, നമ്മുടെ ഷാനവാസിന് ഓൾറെഡി ലാലേട്ടൻ ശനിയാഴ്ച പൊരിച്ചടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയും കൂടെ നമ്മുടെ ഹൗസ് മേറ്റ്സ് ബാക്കിയും കൂടെ പുള്ളീനെ പൊരിച്ചടുക്കി വെക്കുവാണ് ഗൈസ്. അപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ നൂറ, ആദില ആൻഡ് അനുമോള് ആണ്. മെയിൻലി നൂറ, ആദിലയാണ്. സോ ആക്ച്വലി നമ്മുടെ ഷാനവാസ് ആണെങ്കിൽ ആദ്യം അതിലയുടെ അടുത്ത് സംസാരിക്കുകയാണ്. മെയിൽ ഷോനിസ്റ്റ് എന്ന് ഇവർ സംസാരിച്ചത് കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഈ ഹൗസിന് വെളിയിൽ ഇറങ്ങി പറഞ്ഞാൽ പോരായിരുന്നു, ഈ ഹൗസിൽ വെച്ച് എന്തിനാ പറഞ്ഞത്, അങ്ങനത്തെ ഒരു രീതിയിൽ. അതായത് ഈ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ലവർ അല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ, ലൈക്ക് ബ്രദർ സിസ്റ്റർ, അങ്ങനെ ഒരു ആങ്ങള പെങ്ങള റിലേഷൻഷിപ്പാണ്. ആക്ച്വലി ഈ ഷാനവാസ് വന്നപ്പോൾ മുതൽ എല്ലാ പെണ്ണുങ്ങളെയും എന്താ പറയുക, ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണലി ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ നീ എൻ്റെ ആങ്ങളെയാണ്, നീ എൻ്റെ പെങ്ങളാണ്. സോ ആക്ച്വലി അതൊരു കണക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു അവിടെ. അപ്പോൾ അത് വെച്ചിട്ട് ഇമോഷണലി പുള്ളിക്കാരൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ആദിലേൻ്റെ അടുത്ത്. നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ, എനിക്കത് ഇതായിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ സ്വന്തം പെങ്ങളായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഇങ്ങനെ കരഞ്ഞ് മെഴുകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ പോയിട്ട് സംസാരിച്ചാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് ഈ കത്തി വെച്ച് കുത്തുന്ന പോലെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗ്സ് ഉണ്ടല്ലോ, ആ സാധനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എണീറ്റ് പോയിട്ട് ആദിലെ അവിടെ ഇരിക്കുകയാണ്. അപ്പം നൂറയും അനുമോളും കൂടെ എത്തുകയാണ്. അപ്പം നൂറ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ചെറിയ കാര്യത്തിന് പുള്ളി ഇങ്ങനെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ പൊയ്ക്കോട്ടെ എന്നുള്ളത് അപ്പം ആദില ഈ ഷാനവാസിൻ്റെ കൂടെ ഇരിക്കുമ്പം ഭയങ്കര പൂച്ചയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, പുള്ളി പോയി കഴിഞ്ഞ് ഇവരുടെ കൂടെ വന്നപ്പോൾ ഞാനൊരു മരമാണ്, ഞാൻ മരം പോലെ ഇരിക്കും, എനിക്കൊരു മാങ്ങയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ അത് ഡയലോഗിലാണ്. പുള്ളിക്കാരിയുടെ മനസ്സിലുള്ള ടെൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷാനവാസ് പോയപ്പോൾ പറഞ്ഞു കാണിച്ചു തരാം എന്ന് വെച്ചാൽ ആ ഒരു ടോണിലാണ് പുള്ളി പോയത്. അപ്പം ഇവർ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആങ്ങള പെങ്ങള റിലേഷൻഷിപ്പ് അത് ഭയങ്കര ട്രസ്റ്റാണെന്ന് വിചാരിച്ച് കുറേ സംഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അനുമോൾ വന്നിട്ട് ഇത് പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരുണ്ട്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഇവിടെ ഒറ്റയായിട്ടാണ് കളിക്കുന്നത്, നിങ്ങൾ 2 പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ മൂന്നാമതൊരാളെ വിളിച്ച് എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്നുള്ളത്. ആക്ച്വലി അനുമോൾ ആ ഒരു കോൺവെർസേഷനിൽ വന്ന് സംസാരിച്ചപ്പം എനിക്ക് ഫീൽ ചെയ്ത് അനുമോൾ ഭയങ്കരമായിട്ട് എല്ലാവരെയും എന്ന് വെച്ചാൽ ഷാനവാസിനെയൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അനുമോളൊരു ഗ്രേറ്റ് ജോബാട്ടോ അവിടെ ചെയ്യുന്നത്. കാരണം അനുമോളിൻ്റെ അടുത്തുനിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത കുറേ കരച്ചിൽ മാത്രമാണ്, പക്ഷേ എക്സ്ട്രീംലി ഭയങ്കര വേറൊരു ലെവലിലാണ് അനുമോൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം പറയുകയാണ്, ഈ ആണുങ്ങളൊക്കെ ആണെങ്കിൽ പക്വത വേണം, അനീഷിന് ആ പക്വത ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 3 പേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്വതയില്ല, പിന്നെ ഇവർക്ക് അറിയാം ഓരോ കണ്ടസ്റ്റൻസും എങ്ങനെയാണ് കളിക്കുന്നത്. പക്ഷെ എന്നാലും ഇതിൽ പോയിട്ട് എന്തിനാണോ പെട്ടോണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അകത്തുനിന്നും, അതായത് ഹൗസ് മേറ്റ്സും പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു മെയിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ വെളിയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഇച്ചിരി ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഇനി എങ്ങനെയുള്ള ഗെയിം, അതായത് ആ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പൊളിച്ച് കടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറയുകയാണ് ക്യാരക്ടറാണ്, ഭയങ്കര ക്യാരക്ടറായിട്ട് ഇങ്ങനെ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പം അവരെന്തോ ഡ്രസ്സിങ് റൂമിലിരുന്നപ്പം എടി പോടിന്ന് വിളിക്കല്ലെന്ന്, അപ്പം ലക്ഷ്മീനെയൊക്കെ എടി പോടി വിളിക്കുന്ന ആ ഒരു സാധനം വെച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ വിളിക്കരുതെന്ന് ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിഷ്ടമുള്ള വിളിക്കും, ഞങ്ങളുടെ അവിടെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ട് പോയി. അപ്പം ആദില ആൻഡ് നൂറ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ആദില ഇത് ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ലൈക്ക് നൂറ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, മോർ ദാൻ ആദിലേനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം പുള്ളിക്കാരിയുടെ കാര്യത്തിൽ പുള്ളിക്കാരി നിൽക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്. അവർ കൂടെ നിന്നില്ലെങ്കിൽ എന്താണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നി. സോ ആൻഡ് പിന്നെ അവർ പറയുന്നുണ്ട് ഈ ഷാനവാസ് എപ്പോഴും ഒരാളെ ഇങ്ങനെ ഫ്രണ്ടാക്കി വെക്കും. അപ്പം ഒന്നെങ്കിൽ ഷാനവാസ് ഇവരുടെ ഈ ഫ്രണ്ട്സ് ഈ ഒരു ഓരോ വീക്കിലെ ഒരാളാണല്ലോ. അപ്പം അനുമോള്, അനീഷ്, ഇപ്പം ആദിലന്നൂർ അങ്ങനെ വന്നിട്ട് ആണല്ലോ. അപ്പം ഈ ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ഇവരുമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം, ഫൈറ്റിലെ ഈ ഒരു സംസാരം വച്ചത്. അപ്പം ആക്ച്വലി ആദില നൂറേനെ ചിലപ്പോൾ
എനിക്ക് തോന്നുന്നത് പിന്നെ പെങ്ങളൂട്ടി ആയിട്ട് കൂടെ നിർത്തിയതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ LGBT വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വോട്ടും കൂടെ പുള്ളിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളി വേണമെങ്കിൽ കളിച്ചിരിക്കാം. അതൊക്കെ അതായിരിക്കാം എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒന്നെങ്കിൽ ഇനി അടുത്ത ആളെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അടുത്ത ആളൊരു ആങ്ങളോ പെങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അടുത്തത്. അപ്പം എന്തായാലും അപ്പം ഷാനവാസ് ഈ ഒരു സമയത്ത് കൈയൊക്കെ ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. എന്താ ഭയങ്കര ഒരു ലാലേട്ടൻ പൊളിച്ചടുക്കി, ബാക്കി ഇവരും കൂടെ പൊളിച്ചടിച്ച് നിലത്തിട്ടേക്കുവാണ് ഷാനവാസ്. സോ ഷാനവാസിൻ്റെ നെക്സ്റ്റ് നീക്കം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനി എന്താ കളിക്കാൻ പോകുന്നതെന്നുള്ള ഒരു സംഭവം വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും ഞാനൊരു അതായത് ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈവനിങ് 8 മണിക്ക് വരുന്നതായിരിക്കും. സോ എല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് അതിൻ്റെ സ്റ്റേ ട്യൂൺ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മുടെ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ലൈക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറൊക്കെ ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആക്കി വരുന്നത് വയ്ക്കും. ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.